ആംസേ കുറെ കാലം കാണാൻ തുടങ്ങിയിട്ട് എന്ത് മഴക്കാലം വന്ന എൻ്റെ ഈ പണി എന്ത് പണി ചെങ്ങ എൻ്റെ തൊടിത്ത വെള്ളം എൻ്റെ തൊടിക്കാൻ പോണ് അല്ല ചങ്ങാ ഞാൻ അത് റോട്ടൊക്കെ ആക്കണേ എൻ്റെ ഇതിലാക്കണേ ഞാൻ റോട്ടിലൊക്കെ വെള്ളം വന്നു അതന്നെ ഈ വെള്ളം റോട്ടിൽ നിന്ന് നേരെ എൻ്റെ മുറ്റത്തേക്കാണ് വരുന്നത്. അതെ എൻ്റെ കുറ്റമല്ല എൻ്റെ തന്നെയാണ് കുറ്റം. ബീരാനെ ഇത് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. പ്രശ്നം ഉണ്ടാക്കി എനിക്ക് ഒരു ചുക്കില്ല. ചുക്കാണോ കുരുമുളകാണെന്നല്ലേ എനിക്ക് ഞാൻ കാണിച്ചു തരും. അംസേ വേണ്ട ഇതൊന്ന് പോയാങ്ങ. അങ്ങനെ പോവാണെങ്കിലേ അന്യം കൊണ്ടേ വീരാൻ പോവുള്ളൂ. നിന്നെ കൊണ്ടുപോകാൻ അഡ്രസ്സും എൻ്റെ തന്തയ്ക്ക് ഇല്ലേ വീരാനെ ഇത് വിട്ടോ. എൻ്റെ തന്തനെ പറഞ്ഞ എൻ്റെ തള്ളന്റെ ചരിത്രത്തെ കൊണ്ട് പറയരുത്. എന്താപ്പത് സബൂറായിങ്ങള് നാസറേ ഈ മേലിൽ വരുന്ന വെള്ളം മുഴുവൻ എൻ്റെ നേരെ തിരിച്ചു വിടുന്നു. ഞാൻ ഈ വെള്ളം റോട്ടൊക്കെ വിടുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ പിലാവും ആ തേക്കും കണ്ടോ അതിൻ്റെ ഫുള്ള് ഇല എൻ്റെ പറമ്പൊക്കെ വീണ് ആ തേക്കും പിലാവും നാളെ വെട്ടേണ്ടി വരും. എന്താ ചങ്ങായിമാരങ്ങൾ രണ്ടും പറയാം. അനക്കെന്താ മലയാളം മനസ്സിലാവാതെയോ? നാസറേ ഓൻ്റെ പേര് വെച്ചിട്ടുള്ള സ്ഥലം മുഴുവനെ കാട്ടിയും സിമെൻറ്റും കൊണ്ട് ബന്ധസാക്കിക്കാണ്. ഭൂമിക്ക് വെള്ളം ഇറങ്ങണ്ടേ? ഇപ്പോൾ എൻ്റെ മുറ്റത്ത് വെള്ളം നിൽക്കണേ ഞാൻ എന്താ കാട്ടണേ? ഇവിടെ നിൽക്കണ വെള്ളം എൻ്റെ കുട്ടികൾ കുടിക്കുക, ഞാൻ ഒഴിവാക്കും. എൻ്റെ മുറ്റത്ത് കല്ല് പതിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലേ അത് എൻ്റെ പോരായ്മ. എൻ്റെ പോരായ്മ ആ വിചാരം ഓരോ വേണ്ടേ? എൻ്റെ അനക്ക് വിചാരം വേണ്ടേ? മഴക്കാലത്ത് വെള്ളം അതിലേക്ക് പോകും. അത് നമ്മോട് ചോദിച്ചിട്ടല്ല, ഭൂമിന്റെ ഇറക്കിനനുസരിച്ച് വെള്ളം ഒഴുകും. അത് നമുക്ക് തടയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് എഴുതിയിട്ട് വീരാനെ ഇജ്ജ് പോ വീരാനെ, പ്രശ്നം ഉണ്ടാക്കല്ലേ പോ. ഇന്ന് നാം പണിയുന്ന വീടുകളെല്ലാം ഭൂമിക്കനുസരിച്ചല്ല, നമുക്കനുസരിച്ച് ഭൂമിയെ മാറ്റുകയാണ് നാം. അതിനാൽ ഓരോ കാലവും അതിജീവിക്കാൻ നാം പരസ്പരം കൈകോർക്കണം. ഓർക്കുക, നമുക്കൊരു സ്വഭാവമുണ്ടെങ്കിൽ ഭൂമിക്കുമുണ്ടൊരു സ്വഭാവം.